മെലാക്കെയർ എന്ന് പറയുന്ന സ്കിൻ വൈറ്റനിങ് ക്രീമിൽ അടങ്ങിയ മറ്റൊരു മോളിക്യൂളാണ് ട്രെറ്റിനോൾ അല്ലെങ്കിൽ റെറ്റിനോൾ എന്നും പറയാറുണ്ട്. ഈ ട്രെറ്റിനോയിൻ ശരിക്കും ഉപയോഗിക്കുന്നത് മുഖക്കുരു ചികിത്സിക്കാൻ വേണ്ടിയിട്ടാണ്, പിമ്പിൾസുകളെ ചികിത്സിക്കാൻ വേണ്ടിയിട്ടാണ് ട്രെറ്റിനോയിൻ സഹായിക്കുന്നത്. ഇത് ഡോക്ടറിൻ്റെ നിർദ്ദേശത്തിൽ എടുക്കേണ്ട മരുന്നാണെങ്കിൽ കൂടി ഓവർ ദി കൗണ്ടർ വഴി പലരും ഈ മെഡിസിൻസ് വന്ന് വാങ്ങാറുണ്ട്. മുഖക്കുരു ഉള്ള പേഷ്യൻസിന് ഈ മരുന്ന് അപ്ലൈ ചെയ്യുമ്പോൾ മുഖക്കുരു ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളെ, അതായത് സുഷിരങ്ങളിൽ മൃതകോശങ്ങളിൽ ബാക്ടീരിയകളൊക്കെ അടങ്ങിയിരിക്കുന്നതിന് അതിനെ പൂർണ്ണമായിട്ട് ആ മുഖക്കുരുവിൻ്റെ ചർമ്മത്തിൽ നിന്ന് നീക്കം ചെയ്യുകയും മുഖം ക്ലീൻ ചെയ്തുകൊണ്ട് തന്നെ, അതായത് ഓയിലി ആയിട്ടുള്ള സ്കിന്നുകളെ എക്സസ് ആയിട്ടുള്ള ഓയിലിനെ പുറത്ത് കളയുക. പതിയെ പതിയെ നിങ്ങളിത് യൂസ് ചെയ്ത് വരുമ്പോൾ നിങ്ങളുടെ പിമ്പിൾസ് അവിടെ നിന്ന് മാറുകയും പിമ്പിൾസ് കാരണം ഉണ്ടാകുന്ന പാടുകളും നിങ്ങളുടെ മുഖത്ത് നിന്ന് കാണാതാവുകയാണ് ചെയ്യുന്നത്. ട്രെറ്റിനോയിൻ ജെൽ രൂപത്തിലുണ്ട്, ഓയിൽമെൻറ്റ് രൂപത്തിലുണ്ട്, ക്രീം രൂപത്തിലുണ്ട്, ക്യാപ്സുൾ രൂപത്തിൽ തന്നെ ഉണ്ട്. അതായത് ഐസോട്രെറ്റിനോയിൻ എന്നാണ് പറയുന്നത്. ഐസോട്രെറ്റിനോയിൻ ക്യാപ്സുൾ എടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കലും നിങ്ങൾ ഓവർ ദി കൗണ്ടർ വഴി അത് എടുക്കരുത്. അതൊരു ഡെർമറ്റോളജിസ്റ്റിൻ്റെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശത്തോടു കൂടി മാത്രം എടുക്കേണ്ടതാണ്. അതിന് ഒരുപാട് ഹാംഫുള്ളായിട്ടുള്ള സൈഡ് എഫക്റ്റുകളുണ്ട്. പ്രത്യേകിച്ച് ഗർഭിണിയാകാൻ ആഗ്രഹിക്കുന്നവർ, പ്രഗ്നൻ്റ് ആയ വുമൺസ് ആരും ഈ ഐസോട്രെറ്റിനോയിൻ എന്ന് പറയുന്ന ക്യാപ്സുൾ എടുക്കാൻ പാടുള്ളതല്ല. അത് കുഞ്ഞിനും അമ്മയ്ക്കും വളരെ ഹാംഫുള്ളായിട്ടുള്ളൊരു ക്യാപ്സുളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഐസോട്രെറ്റിനോയിൻ എന്ന് പറയുന്ന ക്യാപ്സുൾ എടുക്കരുത്. എല്ലാത്തിനുപരി വൈറ്റമിൻ എ എന്ന് പറയുന്ന ട്രെറ്റിനോയിൻ എന്ന് പറയുന്ന ക്രീം പോലും ഒരു പ്രഗ്നൻറ്റ് വുമണോ അല്ലെങ്കിൽ പ്രഗ്നൻസി ആകാൻ ആഗ്രഹിക്കുന്ന വുമൺ എടുക്കാൻ പാടുള്ളതല്ല. ഓവർ ദി കൗണ്ടർ വഴി സ്കിൻ വൈറ്റനിങ് ക്രീം ഉപയോഗിക്കരുതെന്ന് പറയുന്നതിൻ്റെ റീസൺ തന്നെ അതിലടങ്ങിയിരിക്കുന്ന സ്റ്റീറോയിഡും ഈ മരുന്നുകളുടെ സൈഡ് എഫക്റ്റുകൾ അത്രയും തീവ്രമായ അവസ്ഥയിലേക്ക് നിങ്ങളുടെ ചർമ്മത്തെ കൊണ്ടുപോകും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത് ഓവർ ദി കൗണ്ടർ വഴി സ്കിൻ വൈറ്റനിങ് ക്രീം നിങ്ങൾ എടുക്കരുത്. ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് നിങ്ങളുടെ സ്കിന്നിൽ എന്തുകൊണ്ടാണ് പിമ്പിൾസ് വരുന്നത്, ലൈഫ് സ്റ്റൈൽ നോക്കി, നിങ്ങളുടെ ഡെയിലി ലൈഫ് നോക്കിക്കൊണ്ട് അവർക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് അതിന് മുമ്പായിട്ട് ഒരു മെഡിസിൻ തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തന്നിരിക്കും. ഇത് ഫോളോ ചെയ്തിട്ടും നിങ്ങൾക്ക് മാറ്റമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യും. ഹൈപ്പർ പിഗ്മെന്റേഷൻ കുറയ്ക്കാനുള്ള ഫുഡുകൾ ഏതാണെന്നുള്ളത്, ഡെയിലി ലൈഫിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഫുഡുകൾ ഏതാണ്, അതിനെപ്പറ്റി ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. പിമ്പിൾസ് കൊണ്ടുണ്ടാകുന്ന ഡാർക്ക് സ്പോട്ടുകളും പിമ്പിൾസ് കൊണ്ടുണ്ടാകുന്ന സ്കിന്നിലുണ്ടാകുന്ന ഡാമേജുകളെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞ ട്രെറ്റിനോയിൻ സഹായിക്കുന്നത്. അപ്പോൾ ഈ ക്ലിയർ സ്കിന്നുള്ളവർ പോയിട്ട് ഈ മെലാസ്മ പോലെയുള്ള സ്കിൻ വൈറ്റനിങ് ക്രീം വാങ്ങിച്ചിട്ട് ഓൾറെഡി ട്രെറ്റിനോയിനുള്ള, ഒരിക്കലും പിമ്പിൾസ് വരാത്ത ഒരാളായിരിക്കും അല്ലെങ്കിൽ പിമ്പിൾസിൻ്റെ ഇഷ്യൂസ് ഇല്ലാത്ത ഒരാളായിരിക്കും. ഈ ക്രീമുകൾ ഉപയോഗിച്ച് തുടങ്ങുമ്പം അവർക്ക് അതുവരെ ഇല്ലാത്ത പിമ്പിൾസുകൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. ട്രെറ്റിനോയിൻ മാത്രം അടങ്ങിയ മോളിക്യൂൾസ് ഫാർമസികളിൽ അവൈലബിൾ ആണ്. ഓവർ ദി കൗണ്ടർ വഴി കിട്ടുന്ന മെഡിസിൻസ് ഉണ്ട്. ബെൻസൈൽ പെൻസോയിൻ എന്ന് പറയുന്നതും അഡാപ്പിലിൻ എന്ന് പറയുന്ന ഇതിൻ്റെ തന്നെ മറ്റൊരു വെർഷനാണ്. അതായത് റെറ്റിനോളിൻ്റെ വേറൊരു സെൻസിറ്റീവ് സ്കിന്നിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന ഒരു വെർഷനാണ് അഡാപ്പിലിൻ എന്ന് പറയുന്നത്. ട്രെറ്റിനോയിൻ ക്രീം നിങ്ങൾ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ സ്കിന്ന് വീണ്ടും വീണ്ടും ഡാർക്ക് ആകുന്ന അവസ്ഥ, ചൊറിച്ചിൽ വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഹീറ്റിംഗ്, അതായത് ചൂട് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, മറ്റെന്തെങ്കിലും അസ്വസ്ഥതകൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ മെഡിസിൻ നിർത്തിയിട്ട് ഉടനെ തന്നെ ഡോക്ടറുടെ സഹായം തേടേണ്ടതാണ്.